കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും. കേട്ട ഈ ഗാനം മലയാളികൾക്കെല്ലാം സുപരിചിതമാണ്. ഗാനത്തോടൊപ്പം ദൃശ്യത്തിലുള്ള ഈ കായാമ്പൂ നമുക്ക് പക്ഷേ അത്ര പരിചിതമല്ല. കായാമ്പൂ കണ്ണിൽ വിടരും. പത്തനംതിട്ട പന്തളം കുരമ്പാല സ്വദേശി ആർ മോഹനന്റെ വീട്ടുപുരയിടത്തിലാണ് കായാമ്പൂ വിരിഞ്ഞു നിൽക്കുന്നത്. മോഹനന്റെ ചെറുമക്കളായ കാദംബരിക്കും കാളിദാസനും ഇതിൽ പരമൊരു സന്തോഷമില്ല. മുതിർന്നവർക്ക് പോലും കിട്ടാക്കനിയായ കായാമ്പൂ കൺമുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ കാദംബരിക്കും കാളിദാസനും എങ്ങനെ സന്തോഷം വരാതിരിക്കും? അമ്മൂമ്മ അമ്മയോട് പറഞ്ഞു, തൊടിയിൽ കായാമ്പൂ വിരിഞ്ഞു നിൽക്കുന്നുവെന്ന്. അമ്മയാണ് ഞങ്ങളെ കായാമ്പൂ കാണിച്ചത്. UKG വിദ്യാർത്ഥിനിയായ കാദംബരി പറഞ്ഞു. വന്നപ്പോ കൊറേ ഉണ്ടായിരുന്നു. അമ്മയുടെ ഫോണിൽ ഇരുന്ന പടമുണ്ട്. കൃഷ്ണന്റെ നിറമാണ് കായാമ്പൂവിന്. ചെടിക്ക് കാശാവ് എന്ന് പറയും, പൂവിന് കായാമ്പൂ എന്നും. കായാമ്പൂവിനെ കുറിച്ച് കാളിദാസൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇത് കൃഷ്ണന്റെ നിറമാണ്. ഞാനിത് കാണുന്നത് ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞു, പുറത്തിന്ന പോലൊരു ചെടിയുണ്ട്. അപ്പോൾ അമ്മ അച്ഛനെ എല്ലാവരും കൂടി പോയപ്പോൾ ഞാനും എൻ്റെ കൂടെ ഒന്ന് പോയി കണ്ടപ്പോഴാണ് ഞാൻ ഇത് കാണുന്നത്. അപ്പോഴാണ് ഞാൻ ഇത് പാട്ട് കേട്ടിട്ടുണ്ട്, കായാമ്പൂ. പിന്നെ അപ്പൂപ്പൻ എപ്പോഴും ഒരു തവണ കാശാവ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞ് ഇതാണ് കാശാവ് കായാമ്പൂന്ന്. അതിന് മുമ്പ് എനിക്കിതൊരു ചെടിയാണെന്ന് അറിയാവുന്നേ. എന്തുവെന്ന് കാശാവെന്ന് വെച്ചാൽ ഈ മരത്തിന്റെ പേര്, കായാമ്പൂ എന്ന് വെച്ചാൽ ഇതിന്റെ പൂവിന്റെ പേര്. 30 വർഷം മുമ്പാണ് മോഹനൻ പുരയിടത്തിൽ കാശാവിന്റെ കായ മുളപ്പിച്ച് തൈ ഉണ്ടാക്കിയത്. വളരെ സാവധാനത്തിലെ കാശാവ് ചെടി വളരും. ശിഖരങ്ങൾക്ക് നല്ല കട്ടിയാണ്. 10 മുതൽ 15 അടി വരെ ഉയരത്തിൽ കാശാവ് വളരും. ഇലകൾ, വേര് എന്നിവ വിവിധ ഔഷധങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. നല്ല നിറമാണ്. കൃഷ്ണന്റെ ആ നിറമെന്ന് പറഞ്ഞ പോലുള്ള ആഴ്നീർവർണ്ണന്റെ നിറം പോലുള്ള നിറം. ഇല ഈ കരപ്പൻ കാര്യത്തിന് ഏതാണ്ട് വെള്ളം തിളപ്പിച്ച് ഇവിടെ ശോധനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കമ്പ് നമ്മൾ വടിക്കോ അല്ലെങ്കിൽ ഈ വെട്ടിരുമ്പിന്റെ പിടിക്കോ ഒക്കെ ആയിട്ട് കൊള്ളിക്കാറുള്ളൂ. കാശാവ് സാധാരണയായി ആരും നട്ടു വളർത്താറില്ല. കുറ്റിക്കാടുകളിലും കാവുകളിലുമൊക്കെ കാശാവ് പണ്ടുകാലത്ത് ധാരാളം ഉണ്ടായിരുന്നു. കാലം മാറിയപ്പോൾ കാശാവ് ചെടിയും കായാമ്പൂവുമൊക്കെ അപൂർവ കാഴ്ചയായി. പുരയിടത്തിലെ കാശാവ് അതിന് ആയുസ്സുള്ള കാലത്തോളം അവിടെ തന്നെ ഇങ്ങനെ നിൽക്കട്ടെ എന്നാണ് മോഹനൻ പറയുന്നത്. കായാമ്പൂ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണാൻ കിട്ടുന്നത് തന്നെ ഇക്കാലത്ത് ഭാഗ്യമാണെന്നും മോഹനൻ പറയുന്നു. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിടരും അനുരാഗവതി. അജി കുടുംബനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.